കേരളത്തിലടക്കം 12 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 16 വരെ നീട്ടി 4-ന് അവസാനിപ്പിക്കണമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. വിജിൻ വായാന്തോടെ വിവരങ്ങൾ നൽകും. വിജിൻ, വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന്റെയൊക്കെ സാഹചര്യത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അനിഷ, എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടയിൽ നടത്തരുത്, അത് നീട്ടിവെക്കണമെന്ന ആവശ്യം നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗങ്ങളിൽ പോലും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ അത് നടക്കില്ല എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ BLOമാർക്കുള്ള സമ്മർദ്ദം, ഒപ്പം തന്നെ BLAമാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ട സാഹചര്യം ഒക്കെ കണക്കിലെടുത്താണ് വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെയും ഒപ്പം തന്നെ പ്രതിഷേധത്തിന്റെയും ഒക്കെ ഭാഗമായി ഇപ്പോൾ നിലവിൽ എന്തായാലും വോട്ടർ പട്ടിക പരിഷ്കരണം അത് 16-ാം തീയതി വരെ നീട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡിസംബർ 16 വരെയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിലവിൽ നീട്ടിയിട്ടുള്ളത്. ഒരാഴ്ചയാണ് അധികമായി ലഭിക്കുക. 4-ന് അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. ആ നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചെയ്യുകയും ചെയ്തത്. എന്തായാലും രാജ്യത്തെ 12 ഇടങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് നിലവിൽ ഈ 16-ാം തീയതിയിലേക്ക് നീട്ടിയുള്ള ഉത്തരവ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത്. ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 11 വരെ ആയിരിക്കും സമയമുണ്ടാവുക. ഒപ്പം തന്നെ ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പരിഷ്കരിക്കും എന്നുള്ളതാണ് പുതുതായി ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഒരാഴ്ച അധികം ലഭിക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് കൂടുതൽ സമയം വേണമെന്നുള്ളതാണ്. നിലവിലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചതായി നമുക്ക് ഇപ്പോൾ നീട്ടിയിരിക്കുന്ന സമയം വെച്ച് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിക്കുന്നത് 13-ാം തീയതിയാണ്. ആ 13 കഴിഞ്ഞ് 3 ദിവസം മാത്രമായിരിക്കും അധികമായി ലഭിക്കുക. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം അംഗീകരിച്ചു എന്നുള്ള വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പോട്ട് വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ സമയപരിധി കൊണ്ട് വ്യക്തമാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം മുതൽ സർവകക്ഷി യോഗത്തിലും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലുമൊക്കെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ധൃതി പിടിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകരുത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകരുത്. അത് BLOമാർക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ വലിയ സമ്മർദ്ദമുണ്ടാക്കും. ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂടുതൽ ആളുകൾ പിന്തള്ളപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നതൊക്കെയായിരുന്നു ആവശ്യം ഉയർന്നുകൊണ്ടിരുന്നത്. നിലവിൽ തന്നെ BLOമാർക്കുള്ള സമ്മർദ്ദം ഒക്കെ കാരണം പൂർണ്ണമായും ഫോമുകൾ വിതരണം ചെയ്യാൻ പോലും സംസ്ഥാനത്ത് സാധിച്ചിട്ടില്ല എന്നുള്ളതും കണക്കുകൾ വ്യക്തമാണ്. പക്ഷേ അങ്ങനെയല്ല, വളരെ സ്മൂത്തായാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്ത്. പക്ഷേ അങ്ങനെയുള്ള വാദങ്ങൾ ഒക്കെ നിരത്തുമ്പോഴും പക്ഷേ കൂടുതൽ ആളുകൾ, ഏകദേശം 6 ലക്ഷത്തോളം പേരൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പിന്മാറുകയും ഒപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഏകദേശം നിലവിൽ ഇപ്പോൾ PR അരവിന്ദ് കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഒടുവിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേവലം 3 ദിവസത്തെ സമയം കൂടുതൽ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന വാദം മാത്രം ഉന്നയിക്കാനുള്ള ഒരു കളിയാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നടപടി മാത്രമാണോ ഇത്? എങ്ങനെയാണ് അരവിന്ദ് നോക്കിക്കാണുന്നത്? അനിശ്ചിത ഏറെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം SIRമായി ബന്ധപ്പെട്ട ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഹർജികളിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കേരളത്തിലെ അടക്കം SIR നടപടികൾ നീട്ടിവെക്കണമെന്നാണ്. നേരത്തെ തമിഴ്നാടും അതുപോലെ തന്നെ ബംഗാൾ അടക്കമുള്ള സർക്കാരുകളും സുപ്രീം കോടതിയിലേക്ക് എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഡിസംബർ 1, അതായത് നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ഡിസംബർ 2 ചൊവ്വാഴ്ച ഈ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുടെയും ആവശ്യം അംഗീകരിച്ചുവെന്ന് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ CPM അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയിൽ എത്തിയത് SIR നടപടികൾ തടഞ്ഞു വെക്കണം അല്ലെങ്കിൽ നിർത്തിവെക്കണമെന്നൊരു ആവശ്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾ SIR നടത്തുവാൻ കൂടുതൽ സമയമായിരുന്നു സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും ഒരാഴ്ച സമയം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകുന്നു. പക്ഷേ ഈ നീട്ടി നൽകിയ 7 ദിവസം, കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ BLOമാരുടെ ആത്മഹത്യ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബംഗാളിൽ മാത്രം 17 BLOമാർ ജീവൻ പോയെന്നതായിരുന്നു ബംഗാൾ സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതിന് വലിയ രീതിയിൽ സമയപരിധി അടക്കം ബംഗാൾ സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. ഈ 3 മാസം എന്നത് വളരെ കുറഞ്ഞ സമയപരിധി എന്നതായിരുന്നു അന്ന് ബംഗാൾ സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ 7 ദിവസം നീട്ടി നൽകിയതോടെ സുപ്രീം കോടതിയിലടക്കം ഒരു നിർണായക വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അനീഷ.
യെസ്, ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് 3 ദിവസത്തെ അധിക സമയം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസത്തെ അധിക സമയമാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ 4 അവസാനിക്കാനായിരുന്നു തീയതി നൽകിയത്. ഇപ്പോൾ 16 വരെയാണ് നീട്ടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് PR അരവിന്ദും.